അഞ്ചാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, രണ്ട് രീതിയിലുള്ള പരീക്ഷ, അതായത് ഇതുവരെ കഴിഞ്ഞ കുറച്ച് സ്കൂളുകാർക്ക് ഇപ്പോൾ പരീക്ഷ കഴിഞ്ഞിട്ടുണ്ട്. അടിസ്ഥാന പാഠാവലി, കേരള പാഠാവലിയും കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇങ്ങനെ രണ്ട് രീതിയിലുള്ള പരീക്ഷയുടെ സമയമായതുകൊണ്ട് നമുക്ക് ക്ലാസ്സുകൾ പല രീതിയിൽ എടുക്കാനാണ് അങ്ങനെ സാധിക്കുന്നുള്ളൂ. ഇപ്പോൾ കഴിഞ്ഞ 2 ദിവസം അതിൻ്റെ ഒരു ലാഗുകൾ വന്നുകൊണ്ടാണ് വീഡിയോസ് ഇടാഞ്ഞത്. അപ്പോൾ ആ 2 പരീക്ഷ, മറ്റ് സ്കൂളിൻ്റെ 2 മലയാളം കേരള പാഠാവലി, അടിസ്ഥാന പാഠാവലിയുടെ പരീക്ഷ കഴിഞ്ഞു. ഇനിയുള്ളത് നമുക്കിനി വരാനിരിക്കുന്ന ഇനിയും UP സ്കൂളുകൾ മാത്രമുള്ള സ്കൂളുകളെ ബേസ് ചെയ്തുകൊണ്ടുള്ള പരീക്ഷയാണ് ഇനിയുള്ളത്. അത് കേരള പാഠാവലി, അടിസ്ഥാന പാഠാവലി ഇനി നടക്കാനിരിക്കുന്നേ ഉള്ളൂ. അപ്പം കേരള പാഠാവലിയുടെ പിന്നെ നമ്മൾ ക്ലാസ്സുകൾ കഴിഞ്ഞു. അടിസ്ഥാന പാഠാവലിയുടെയും നമ്മൾ കഴിഞ്ഞു. അത് എല്ലാ പാഠങ്ങളും ജസ്റ്റ് അവസാനം വന്ന 1-2 പാഠങ്ങൾ അതിനുള്ള സമയം കഴിഞ്ഞല്ലോ മറ്റ് സ്കൂളുകാർക്ക്. അപ്പോൾ അതൊന്ന് ഓടിച്ച് പറഞ്ഞു പോയതേ ഉള്ളൂ. അതല്ല, നമ്മൾ തുടർന്നെടുക്കുന്ന പാഠപുസ്തകത്തിൽ അടിസ്ഥാന പാഠാവലിയുടെ ക്ലാസ്സിൽ കഴിഞ്ഞ വീഡിയോ വരെ നമ്മൾ ഗ്രേറ്റ തുംബർഗിൻ്റെ കുറിച്ചുള്ള ആ പാഠമായിരുന്നു ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ അതിൻ്റെ പഠന പ്രവർത്തനങ്ങളും കൂടെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചെയ്തിരുന്നു. കഴിഞ്ഞ വീഡിയോ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ റെഗുലർലി ഇടുന്ന വീഡിയോയിൽ. അപ്പോൾ അതിൽ നമ്മൾ ഇനി ആ യൂണിറ്റിൽ, അതായത് ലാസ്റ്റ് യൂണിറ്റ്, നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന യൂണിറ്റ്, പിന്നെ എന്താ പറയുന്നത്, ആ യൂണിറ്റിൻ്റെ പേര് എഴുതി കനൽ വഴിയിൽ കരുത്തോടെ എന്നതിൽ നമ്മൾ ഒരു പാഠം, ഒന്നല്ലൊരു കോടി മാവേലിമാരുടെ എന്ന പാഠവും ഭൂമിക്ക് വേണ്ടി എന്ന ഗ്രേറ്റ തുംബർഗിൻ്റെ പാഠവും കഴിഞ്ഞിരിക്കുന്നു. ഇനി അതിലൊന്നുള്ളത് മറ്റൊരു വീഡിയോയിൽ ഞാൻ ഇതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു. അതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. ചില സന്ദർഭങ്ങളിൽ ആരും സഹായത്തിനില്ലാതെ ഒറ്റപ്പെട്ടു പോകുന്നവരുണ്ട്. ഗ്രീക്ക് പുരാണങ്ങളിൽ സൈക്കെ എന്നൊരു പെൺകുട്ടിയുണ്ട്. തന്നെ വിവാഹം ചെയ്ത ഈറോസ് ദേവനെ തിരികെ കിട്ടാൻ സൈക്കെ നടത്തുന്ന പോരാട്ടത്തിൻ്റെ കഥയാണ്. അപ്പം കഴിഞ്ഞതും നമ്മളൊരു പോരാട്ട കഥയായിരുന്നു. എന്തായിരുന്നു അത്? ഭൂമിക്ക് വേണ്ടി, ആഗോള താപനം ഇല്ലാതാക്കാൻ, പരിസ്ഥിതിക്ക് വേണ്ടി ഗ്രേറ്റ തുംബർഗ് നടത്തിയ പോരാട്ടം. ഇത് ജീവിക്കാൻ വേണ്ടി നടത്തുന്ന പോരാട്ടം. കൂട്ടുകാരെ, ഗ്രീക്ക് പുരാണ കഥകൾ പറയുമ്പോൾ വളരെ നല്ല രസകരങ്ങളായ കഥകളാണ്, പുരാണ കഥകളാണുള്ളത്. ഇവിടെ ഈ സൈക്കെ ദേവിയെക്കുറിച്ചും സൈക്കയെക്കുറിച്ചും നല്ലൊരു കഥ ഇതിൻ്റെ പിന്നിൽ, ഈ പാഠത്തിൻ്റെ പിന്നിലുണ്ട്. അതായത് ഒരു രാജാവിന് 3 പെൺമക്കളുണ്ടായിരുന്നു. അതിൽ ഒരു മകളാണ് സൈക്കെ. അവൾ അതീവ സുന്ദരിയായിരുന്നു. അപ്പോൾ അങ്ങനെ സൈക്കെ ഇങ്ങനെ വളരെ സന്തോഷവതിയായിട്ട് ജീവിക്കണം. പക്ഷേ അവളെ ആരും വിവാഹം കഴിച്ചിരുന്നില്ല. ആരും അവളെ വിവാഹം കഴിക്കാൻ വന്നിരുന്നില്ല. ഇതിനിടയിൽ ഈ സൈക്കയുടെ സൗന്ദര്യം വളരെയധികം പ്രസിദ്ധമായി. അങ്ങനെ ഒരു ദേവതയുണ്ട്, വളരെ സുന്ദരിയാണ് എന്ന പേരുള്ള ഒരു ദേവതയാണ് അഫ്രോഡിറ്റി. ആ അഫ്രോഡിറ്റിയുടെ സ്ഥാനം പോലും ഈ സൈക്കെ വന്നതിന് ശേഷം നഷ്ടപ്പെട്ടത്. അതായത് ഏറ്റവും സുന്ദരിയായ അഫ്രോഡിറ്റിയെക്കാളും സുന്ദരിയായിട്ടാണ് ഈ സൈക്കെ അറിയപ്പെടുന്നത്. അപ്പോൾ എല്ലാവരും സൈക്കെ ഇഷ്ടപ്പെടാൻ തുടങ്ങിയപ്പോൾ അഫ്രോഡിറ്റിക്ക് ഭയങ്കര ഒരു അസൂയ തോന്നി. ഈ സൈക്കയെ എങ്ങനെയെങ്കിലും നശിപ്പിക്കണം എന്നൊരു തീരുമാനത്തിൽ തൻ്റെ മകനായ ഈറോസ് ദേവനോട് അവരാവശ്യപ്പെട്ടു, ഭൂമിയിലെ ഏറ്റവും നികൃഷ്ടയായ ഒരു ജീവിയെ സ്നേഹിക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം ഭൂമിയിലെത്തി കണ്ടതാണ്. അദ്ദേഹം കണ്ടത് സൈക്കയാണ്. പക്ഷെ സൈക്കയെ അത് നികൃഷ്ട ജീവി എന്നുള്ള രീതിയിലുള്ള സൈക്കയോട് അതിയായ പ്രണയം തോന്നി ആ സൗന്ദര്യം കണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ സൈക്കയുടെ വിവാഹം നടക്കാത്ത കൊണ്ട് സൈക്കയുടെ പിതാവ് രാജാവ് അപ്പോളോ ദേവനെ പ്രാർത്ഥിക്കുകയും അങ്ങനെ സൈക്കയെ ഒരു മലയുടെ മുകളിൽ കറുത്ത വസ്ത്രങ്ങളൊക്കെ ധരിപ്പിച്ചിരുത്തുകയും ഒക്കെ ചെയ്തു. അങ്ങനെയൊക്കെയാണ് പുരാണം. അങ്ങനെ ആ മലയിൽ നിന്ന് കണ്ണു തുറന്ന് സൈക്കയെ കണ്ടത് ഒരു കൊട്ടാരമാണ്. അവൾ ആ മനോഹരമായ ഒരു കൊട്ടാരവും മറ്റുമാണ്. അപ്പോൾ ആ കൊട്ടാരത്തിലേക്ക് ചെല്ലുകയും അവിടെ ആരും ഉണ്ടായിരുന്നില്ല. അവിടെ മേശയിൽ നല്ല രുചികരമായ ഭക്ഷണം വിളമ്പി വെച്ചിരിക്കുക. അങ്ങനെ അവൾ അവിടെ തടവെന്ന് പറയാൻ പറ്റില്ല, ആരെയും അവൾ കണ്ടിട്ടില്ല അവിടെ. പക്ഷേ അവളുടെ അടുത്ത് ആരും എത്തുന്ന ഒരു അനുഭവം അവൾക്കുണ്ടായി. അങ്ങനെ അത് തൻ്റെ ഭർത്താവാണെന്ന് അവൾ കരുതുന്നു. അങ്ങനെ അവൾ വളരെ സുഖമായിട്ട് ജീവിക്കുന്നു. ഭർത്താവ് അടുത്തെത്തുന്നതൊക്കെ അവൾക്കറിയാം. പക്ഷേ അത് നേരിൽ കാണാൻ സാധിക്കുന്നില്ല. അങ്ങനെ സൈക്കയുടെ സഹോദരിമാർ അവളെ കാണാനെത്തുകയും സൈക്കയ്ക്ക് കിട്ടിയ ഈ മഹാഭാഗ്യത്തിൽ അവർ വളരെയധികം അസൂയാലുക്കളായി. അപ്പോൾ സൈക്കയുടെ ഭർത്താവിനെ കുറിച്ച് ചോദിക്കുമ്പോൾ സൈക്കെ പറയുന്നുണ്ട് ഒരു വേട്ടക്കാരനാണെന്നും. പക്ഷേ അത് നേരിലൊട്ട് കാണുന്നുമില്ല. അങ്ങനെ അവസാനം ഈ സഹോദരിമാരെ സൈക്കയോട് പറഞ്ഞു, നിൻ്റെ ഭർത്താവ് ഒരു സർപ്പമാണെന്ന് എന്ന് അങ്ങനെ പറയുകയുണ്ടായി. തൻ്റെ ഭർത്താവിനെ ഇതുവരെ നേരിൽ കണ്ടിട്ടില്ല സൈക്കെ. അങ്ങനെ ഒക്കെ ഒരു കഥയാണ്, പുരാണ കഥയാണിത്. അപ്പോൾ അവിടെ ഭർത്താവ് അവിടുന്ന് പോകുന്ന അങ്ങനെ ഒരിക്കലും ഇവള്
എന്ത് ചെയ്തു എന്നറിയാമോ? അടച്ചിട്ടിരുന്ന ഒരു മുറി തുറന്നു നോക്കുമ്പോൾ അവിടെ ശാന്തനായി ഉറങ്ങുന്ന സുന്ദരനായ ഒരു പുരുഷൻ. അപ്പോൾ പാമ്പാണ് സർപ്പമാണെന്നുള്ളതാണ് അവളുടെ മനസ്സിൽ. പക്ഷെ സുന്ദരനായ ഒരു പുരുഷനെ കണ്ടപ്പോൾ സൈക്കെ അടുത്ത് ചെല്ലുകയും അപ്പോൾ അവളുടെ വിയർപ്പ് തുള്ളി മുഖത്ത് വീണ ആ ഇറോസ് ദേവൻ ചെട്ടി ഉണർന്ന് പെട്ടെന്ന് അപ്രത്യക്ഷനാകുകയും ചെയ്യുന്നു. അതിനുശേഷം ഈ ഇറോസ് ദേവനെ തിരക്കി നടക്കുന്ന സൈക്കയുടെ കഥയാണ് നമുക്കിവിടെ എരുതിയിലൂരിലൂടെ എന്ന ഈ പാഠഭാഗമായിട്ട് തന്നിരിക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. പാഠത്തിൻ്റെ ബാക്കി ഭാഗവുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി.